ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നെക്സ്റ്റ് ഡേ ആണ്. ഇത് എത്രാമത്തെ ഡേ ആണ്? മൂന്നാമത്തെ ഡേ ആണെന്ന് തോന്നുന്നുണ്ട്. ഹായ് പറയലീസേ. ഹായ്. നമ്മൾ പൂവിടാൻ വേണ്ടി താഴെ പോവാണ്. അപ്പം ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഇന്ന് നമുക്ക് അമ്മയുടെ അവിടെ തറവാട്ടിൽ പോകാനുണ്ട്. അപ്പോൾ അവിടെ പൂരത്തിൻ്റെ കുറച്ച് പരിപാടി കാര്യങ്ങളാണ്. പിന്നെ ഇന്ന് രാത്രി എനിക്ക് ഡാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളെല്ലാം ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇത് അടുത്താള് മെല്ലെ കുഞ്ഞിന് കൈ പിടിക്കണ ബാ അടുത്തു ഏട നോക്കിയിട്ടിരുന്നു നീ പോ. വളരെ സ്റ്റൈലുള്ള നോക്കി ഇതങ്ങനെ പൂക്കാ ദിവസേ പൂക്കിക്കോ വന്നോട്ടോ തൊള്ളിലേക്ക് രണ്ടേ 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 കാട്ടണേ അവിടെ ഒന്നോ ലീസേ ഇങ്ങോട്ടേക്ക് നാളെ നട്ടോ എന്തുണ്ടറിയാൻ കൂട്ട് കഴിഞ്ഞിട്ട് കേട്ടു അപ്പുറമുണ്ട് അങ്ങോട്ട് കൊടുത്ത ബാക്കില് കുക്കിക്കോ ഇപ്പം നമ്മൾ പാലായുള്ള ഒരു തറവാട്ടിലേക്ക് വന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അമ്മയുടെ തറവാടാണ്. അപ്പോൾ ഇപ്രാവശ്യം പൂരം അമ്മയുടെ അവരാണ് കഴിപ്പിക്കേണ്ടതെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഒരു 11 മണി അങ്ങനെല്ലാം ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വൈകുന്നേരത്തിന് മുമ്പ് തന്നെ വിചാരിച്ചാണ്. പക്ഷെ കുറേ ലേറ്റ് ആയിന് കേട്ടോ. എനിക്കിന്ന് രാത്രി പരിപാടിയും ഇല്ലതാണ്. അപ്പോൾ മേക്കപ്പ് എല്ലാം ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് പക്ഷെ വിചാരിച്ചങ്ങനെ ലേറ്റ് ആയി. പക്ഷെ പരിപാടി തുടങ്ങാനും ലേറ്റ് ആയി. അപ്പോൾ പോയപാട് അവിടുന്ന് തൊഴുത് പിന്നെ ഒരു വെളുത്തുള്ളിയുടെ ഒരു കറി ഉണ്ടായിട്ടാ. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എനിക്ക് പൊതുവെ വെളുത്തുള്ളി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് ഇങ്ങനെ കറിക്കെല്ലാം കുറച്ച് അധികം ഇട്ടാലും കുഴപ്പമില്ല. അതിൻ്റെ ആ മണം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് ഈ കറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിന്. തേങ്ങാപ്പാലും വെളുത്തുള്ളിയും കൂട്ടിയിട്ടുള്ള ഒരു കറിയാണ്. ചോറിൻ്റെ ഒപ്പരമാണ് കഴിക്കണ്ടേ. 2 ഗ്ലാസ് കുടിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ആടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് പിന്നെ ആടെ എന്തെല്ലോ ചടങ്ങും കാര്യമെല്ലാം ഉണ്ടായിരുന്നു. ഇരുന്നിരുന്ന് ബോറടിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഭയങ്കര ചൂടല്ല, ഒരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടെ ചോറെല്ലാം ആവാൻ കുറച്ച് ലേറ്റ് ആവുമായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് പുഴയെല്ലാം ഉണ്ട്, ഇങ്ങനെ കുറച്ച് കാണാൻ ഒരു വലിയ പാലും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് നേരം പോയിട്ട് എല്ലാവരും കൂടി ഇരുന്ന് കുറേ നേരം വർത്താനെല്ലാം പറഞ്ഞിട്ടാണ്
പിന്നെ തറവാട്ടിലേക്ക് വരുന്നത്. പിന്നെ വന്നിട്ട് ഞങ്ങൾ ഭക്ഷണമെല്ലാം കഴിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പം തന്നെ പിന്നെ നിന്നിട്ടില്ല, കാരണം എനിക്ക് വീട്ടിലെത്തിയിട്ട് വേണം മേക്കപ്പ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ചാലിയപ്പുറമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ നിൽക്കുന്നതാണ് കേട്ടോ, നീലേശ്വരം. കുറേ ആൾക്കാരുണ്ടായിനി. പൊട്ടിച്ച മോളെ ഉപ്പിട്ട് പോയതിന്റെ കളർ ലീസിന് പൂരത്തിന് മൂത്തയും മുത്തപ്പനും ഡ്രസ്സ് കൊടുത്തതാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടത്. പിന്നെ ഞാൻ റെഡിയായി, ഞാൻ സ്വന്തമായിട്ടാണ് മേക്കപ്പും എല്ലാം ചെയ്ത്, ഡ്രസ്സും ഹെയർ സ്റ്റൈലും എല്ലാം ഞാൻ ചെയ്തതാണ്. അപ്പം ഞാൻ പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇറങ്ങുന്നുണ്ട്. കോപ്പിറൈറ്റ് വരുമോ എനിക്കറിയില്ല. കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വോയിസ് മ്യൂട്ട് ആക്കും കേട്ടോ. അപ്പം അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാമന ഉണ്ടാക്കാനുള്ള പരിപാടി കുറേ ലേറ്റായിട്ട് 12 മണിവരെ കഴിഞ്ഞിട്ടാണ് ഈ പരിപാടി. പിന്നെ എനിക്ക് നല്ല ടയേർഡായിട്ടുണ്ടായിന്. രാവിലെ എടലോ പോയി, പിന്നെ അതിന് ഡാൻസ് കളിച്ചു. അവിടെ കുറേ നേരം സ്റ്റേജിൽ കയറാൻ വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തിന്. പിന്നെ അങ്ങനെ ലീസ് ഉറങ്ങിയിട്ടൊന്നുമില്ല, ഹോളിങ്ങനെ തുള്ളി കളിക്കുന്നുണ്ട്. പിന്നെ ഞാനും അമ്മ ചേച്ചിയെല്ലാം കൂടിയിട്ട്, അച്ചു ഉണ്ടായിന്, പിന്നെ നമ്മളെല്ലാം കൂടിയിട്ട് കാമനയെല്ലാം റെഡിയാക്കുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര പൂ നമുക്ക് കിട്ടിയിട്ടില്ല. നല്ല ചുവന്ന കളർ കാമന കാണാനാണ് നല്ല രസം. അപ്പോൾ എനിക്കറിയൊന്നുമില്ല കേട്ടോ ഈ ചടങ്ങും കാര്യം. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ സംഭവമെല്ലാം കാണുന്നത്. പൂരം ഇങ്ങനത്തെ ഇതിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ളത് നമുക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാമെന്ന് അറിയൊന്നുമില്ല. അപ്പം പക്ഷേ രസമാണ്, നമുക്ക് ഇങ്ങനത്തെ സെലിബ്രേഷൻസ് അല്ലേ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു കൂടാനും അടിച്ചു പൊളിക്കാനുള്ള ഒരു അവസരം. അപ്പം അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് നാളെ രാവിലെ എണീക്കണം. അപ്പോൾ അതുകൊണ്ട് കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.